നല്ല പോത്തിറച്ചിയും റവ പത്തിരി ഉണ്ടാക്കി തരും ഉമ്മ. സാധനം കൊണ്ടുവരാൻ പറയാം. ഇതാണ് മുസ്തഫ മാമൻ. പുള്ളിയെ പറഞ്ഞു വിട്ടാൽ നല്ല അടിപൊളി ബീഫ് കൊണ്ടുതരൂ കേട്ടോ. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും. ഓ കറിവേപ്പില വേണ്ടേ? കറിവേപ്പില കുറച്ച്. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ. പേരിമ്പക്കനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കും വിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു വിത്തൊരു പെണ്ണാടേ നിന്റെ തേനരം പവിടച്ചിരിയുന്ന ഞാനൊരിത്തി ഉണച്ചിടുമെന്ന് മുത്തേ മോഹബത്തിന്റെ സത്തേ പുന്നാരക്കുട്ടി തത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു ദേവി. മാഞ്ഞാലം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടി ചെന്നി കണ്ട പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഈ ഉലകത്തിൽ തേനേ. കാഞ്ഞിരക്കുരുവാക്കി എന്നെ നീ ഒട്ടും തള്ളണ്ട, കാണാൻ മൊഞ്ചുണ്ടൻ വെച്ച് നിന്നിടം വിട്ട് തുള്ളണ്ട, മാഞ്ഞിട തടയാളം മണ്ണിടം വെച്ച് കൊള്ളണ്ട. അടിപൊളി ബീഫും കുറച്ച് മതി. എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ്. അടിപൊളി. ഈ ഒരു കഷ്ണം ബീഫും ഈ പത്തിരി കുറച്ച് അതിൻ്റെ ചാറും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ മാറ്റിത്തരൂ വായ. അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. നല്ലതുണ്ട്. നമുക്ക് ഇഷ്ടമായോ? രുചിയില്ലേ? അപ്പം ഞാൻ ഇളക്കി. നല്ല ബീഫില്ലേ? നല്ല ബീഫ്. ആ നമ്മളെ വീട്ടുപേരെന്താ? മാനുവിൻ്റെ പുലിവെട്ടി. പുലിവെട്ടി എന്നാണ്. അതെങ്ങനെയാ വന്ന പേര്? അതിൻ്റെ ഒരു കഥയില്ലേ? അതെങ്ങനെ പേര് വന്നേ? ഉപ്പാൻ്റെ വഞ്ചിപ്പേറ്റ പുലിൻ്റെ വെട്ടിയാണ്. എവിടെ? നാട്ടിന്ന്. കാട്ടുന്നോ? കാട്ടു കയറിയിട്ട്. എന്തിന്? എന്തിനും വേട്ടക്ക് അന്നക്കത്തെ കാലം വേട്ടക്കൊക്കെ പോകുമല്ലോ. പുല്ലെ കണ്ടപ്പോ പുല്ല് വെട്ടി. ഒരറ്റ തള്ള. വെറുതെ ഇരുന്ന് തള്ളിക്കോളി. സത്യാ? ഞാൻ സത്യാണ്. ഒന്നല്ല പണ്ട് ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് മമ്മിയും മാനൊക്കെ പറയാണ്ട സിനിമയ്ക്ക് പോകില്ലേ? ഓർമ്മയുണ്ട് അമ്മക്ക്? നമ്മളെ ക്വാർട്ടേഴ്സിലുണ്ട സമയത്ത്, ഗീതാസ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ. അപ്പം ഉമ്മ ഓരോ കഥ പറഞ്ഞു തരൂലേ? അന്ന് ഉമ്മ ഒരു ആനയുടെ കഥ പറഞ്ഞില്ലായിരുന്നോ? അതൊന്ന് പറയുമ്മ.
കുറേ ഉണ്ട്. എന്നാലും പറയും പ്ലീസ്, കുറച്ച് ചെറുതാക്കി പറഞ്ഞാൽ മതി. നല്ല പൈസ ഉള്ള പെണ്ണുങ്ങളാ. അങ്ങനെ തോണിയൊക്കെ എടുക്കും അടവിന്. തോണിക്കാറ്റി തള്ളെന്നാ പറയാ. അങ്ങനെ തോണിയിട്ട് പോയപ്പോൾ അത് എല്ലാ ആൾക്കാരെയും അതിൻ്റെ കൂട്ടക്കാരൊക്കെ പൊളിച്ചിട്ട് പോകണം കേട്ടോ. പോയി കാട്ടിക്ക്. സത്യമായിട്ടല്ലത് നടന്നതോ? എന്ത് വെട്ടാൻ പോയത്? കപ്പ മുള വെട്ടാൻ പോയത് കാട്ടിലേക്ക് അല്ലേ? എന്നിട്ട് അതിൻ്റെ വലിയ മോന് പേടിച്ചിട്ട് വലിയ മരത്തുമക്കൾ കയറി. ആന വരുന്ന കണ്ട് പേടിച്ചിട്ട്. എന്നിട്ട് അതിന് തള്ള കുറ്റിക്കാട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക പൊളിഞ്ഞിട്ട്. വെള്ള തുണി കുപ്പായ എടുക്കുക. വെള്ള തുണി കുപ്പായോ? അതിനെ പിടിച്ച ആന ഒരൊറ്റ തുമ്പിക്കൈ പീസ് തല മുടിയിൽ പറിച്ചിട്ട് വീശി ഒരൊറ്റ അടിയുടെ അടിച്ച് മരത്തിൽ. എന്നിട്ട് ചോരൊക്കെ വലിച്ച് കുടിച്ച് ചോര. അതില്ലത് സത്യാണ്. ആന ചോര കുടിക്കുവോ? എന്നിട്ട് ആന ചോര തുമ്പിക്കൈയാണ്ട് ചോരയിൽ മുങ്ങിയേക്കണല്ലോ. സംഭവം പറഞ്ഞെ മോളുണ്ടല്ലേ, മോൻ കണ്ടോണ്ടിരിക്കുക. മോൻ പറഞ്ഞതാണോ? ഇങ്ങനെ നാട്ടിൽ കാലുമുടി പിടിച്ചിട്ട് മരിച്ച്. അത് ചോര ഈ ചോരയൊക്കെ കുടിച്ചിട്ട് പിന്നെ വൃത്തിയാണ് ഒരു മടയിലൊക്കെ തള്ളിയാലോ. ബോള് പോലെ ആക്കിയിട്ട്. അങ്ങനെ അല്ലുമ്പോ പറയാ ആ ചേച്ചിനെ ബോള് പോലെ ആക്കിയിട്ട് ആന ഒരു മടയിലേക്ക് ഇട്ടു അല്ലേ, ഒളിപ്പിച്ച് വെച്ച്. എന്നിട്ട് പിന്നെ പോലീസുകാരൊക്കെ വന്നോ? പിന്നെ രാത്രി മോന് വന്നിട്ട് മനങ്ങനെ ആന പിടിച്ച ആന ഓന് വന്ന് പോലീസുകാരും ആൾക്കാരൊക്കെ കൂടിയിട്ട് വന്നിട്ട് കാണിച്ചു കൊടുത്ത്. ഈ ബോളാക്കി വെച്ചിരിക്കുന്നത് ബോളാക്കി വെച്ച് അതിൽ പരകമ്മലാണ് എന്നെ കൊണ്ടുപോയത്. പരകമ്മ അങ്ങനെ എടുത്തിട്ടോ? ബോള് പോലെ ബോള് പോലെ എടുത്തത് നീർത്തി ഇത്ര വരപ്പുള്ളൂ. വലിയൊരു പെണ്ണുങ്ങൾ. ആന ചവിട്ടി അരച്ചതായിരിക്കും. അവിടെ അടിച്ച് മരത്ത് വെച്ചവിടെ അടിച്ച് തള്ളനെ. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് ഈ ചെറുപ്പത്തിൽ ഈ കഥ കേട്ടിട്ട് ഞാൻ പേടിച്ചിരിക്കുന്നു. പക്ഷെ നല്ല രസമായിരുന്നില്ല അമ്മ? അന്ന് പവർ കട്ടൊക്കെ ഉണ്ട്, കറണ്ട് പോകുമ്പോ ഉമ്മ ഇങ്ങനെ മാനിനെ പ്രസവിച്ചെടുക്കാം. ആ കഥ ഇത് ഉണ്ടാവണ സമയത്ത് നിലമ്പൂര് ചന്തക്കുന്നാട്ടോ ഉമ്മാന്റെ നാട്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മയും മാനു എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ, മാനു സുധീറാപ്പയും സുൽഫിയാപ്പയും എല്ലാവരും ഉപ്പയും കൂടെ വയനാട്ടിലേക്ക് ചുരം കയറി വന്നതാണ്. അങ്ങനെ ഞങ്ങളൊക്കെ വയനാട്ടുകാരായി. ഇപ്പൊ വയനാട്ടിൽ വന്നിട്ട് എത്ര വർഷമായി ഉണ്ടാവും ഉമ്മ? നേരെ ബത്തേരി പോയി. അപ്പൊ അതിനേക്കാളും ആയി 45-50 കൊല്ലം ആയി ഉണ്ടാവും. അപ്പൊ എന്തായാലും 50 കൊല്ലം ആയി ഉണ്ടാവും. പിന്നെ വേറൊരു കഥ ഉണ്ടായിരുന്നല്ലോ, ആനേൻ്റെ തന്നെ കാലിൽ മുള്ളു കുത്തിയിട്ട് ഇതുപോലെ വിറകെടുക്കാൻ പോയി. അമ്മ മറന്നുപോയി. ആന ഇതുപോലെ കാട്ടിലേക്ക് പെണ്ണുങ്ങളെല്ലാരും കൂടെ വിറകിന് പോകുമല്ലോ പണ്ട്. എന്നിട്ട് വിറകെടുക്കാൻ പോയിട്ട് ആന വരുന്നേന്ന് പറഞ്ഞിട്ട് ഓടി. എന്നിട്ട് ആന വരുന്നേ ഓടിക്കോടിയോന്നാണ് എല്ലാരും ഓടി വന്ന് എല്ലാരും ബൈക്ക് ഇങ്ങനെ വിറക് കെട്ടുക. അതിൽ ആന കണ്ടിക്കണമല്ലോ ഇങ്ങനെ ഉടിച്ചിന് കരിപ്പടി. മറ്റേ ഇത് മുളേന്റെ അതിൽ ഓടിയിട്ട് വീണവരൊക്കെ മേത്തൂടെ ചവിട്ടി പോകും. ആനയോ? അല്ല ആൾക്കാര്. അതായത് കാട് വെട്ടിക്കൊണ്ടിരിക്കുമ്പം എല്ലാരും ഓടുക, കുറെ പേരുണ്ടാവുമല്ലോ. അപ്പം കുറച്ചു പേര് വീഴും. ആ വീണ ആൾക്കാരെ മേത്ത് കൂടെ ചവിട്ടിട്ട് ആൾക്കാരെ ഓടി പോവാണ് അല്ലെ? ആനനെ പേടിച്ചിട്ട് നോക്കണ്ട ഒരാൾക്ക് സ്വന്തം ചില ആൾക്കാരെ തുണിയല്ല കൊത്തി പിടിച്ചൊക്കെ. എന്നിട്ട് അങ്ങനത്തെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ. അല്ല, എന്നിട്ട് ആനയുടെ കാലിൽ മുള്ളു കുത്തിയൊരു കഥ അതല്ലേ ഞാൻ ചോദിക്കുന്നു ഉമ്മാനോട് പണ്ട് പറയുന്നേ. ഈ പെണ്ണുങ്ങൾ എന്നിട്ട് കാലിൽ കെട്ടിക്കൊടുക്കും ഒരു പെണ്ണുങ്ങള്. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞതല്ലേ? അപ്പൊ അപ്പൊ എനിക്ക് ഉണ്ടാക്കി പറഞ്ഞെന്നായിരിക്കും. പണ്ട് ഉമ്മ പറഞ്ഞു തരുമായിരുന്നു ഇതുപോലെ കാട്ടില് വിറക് എടുക്കാൻ പോയ സമയത്ത് എല്ലാരും ഓടി, ഒരു പെണ്ണുങ്ങൾക്ക് ഓടാൻ പറ്റിയില്ല. മെല്ലെ ഇങ്ങനെ നോക്കുമ്പോണ്ട് ആന കിടന്നിങ്ങനെ കരയുക പോലും. നോക്കുമ്പോ എന്താ അതിന്റെ കാലിൽ വലിയൊരു മുള്ള്. അപ്പൊ ഈ പെണ്ണുങ്ങൾ പോയിട്ട് ആ മുള്ള് എടുത്തിട്ട് കാലില് അവരെ നൈറ്റി ഇല്ലേ, ആ തുണി മുണ്ടും ബ്ലൗസും ആയിരിക്കും അല്ലേ, അതൊക്കെ കീറിയിട്ട് കെട്ടിക്കൊടുത്തു പോലും. എന്തൊക്കെയോ ഇലയും അതൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ചോര ഇങ്ങനെ വരുന്നുണ്ട് എന്ന്. എന്നിട്ട് കെട്ടിക്കൊടുത്തിട്ട് കള്ളം പറഞ്ഞ പറ്റിച്ചില്ല എന്നെ. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോണ്ടെന്ന് ആന മുറ്റത്ത്
കാട്ടിൽ നിന്ന് വാഴക്കൊലയും പഴങ്ങളും ഒക്കെ ഫ്രൂട്ട്സൊക്കെ പറിച്ചിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് അതിൻ്റെ സ്നേഹപ്രകടനം. ഉമ്മ അങ്ങനെ ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഈ പെണ്ണുങ്ങൾക്ക് കൊണ്ട് വെച്ചു എന്ന് ഇത്രയും സാധനങ്ങൾ ആന. ആ കാലിലെ മുള്ള് കെട്ടിക്കൊടുത്തില്ലേ. അപ്പം ഉമ്മ ഞങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തന്നതാ. കഥാകാരിയാണ് ഉമ്മ. ഉമ്മ വയസ്സായില്ലേ, അതുകൊണ്ട് എല്ലാം മറന്നു. പിന്നെ ഇതൊന്നും എപ്പോഴും പറയുന്നില്ലല്ലോ. 25 വയസ്സായി. ഉമ്മക്ക് 75 വയസ്സായി. കണ്ടാ പറയോ? കണ്ടാ പറയില്ല. കണ്ടാൽ എത്ര പറയും? ഉമ്മക്കൊരു 65, 68, 70. 5 വയസ്സ് കുറച്ചുകൂടി. ഞങ്ങൾക്കൊരു തത്ത ഉണ്ടായിരുന്നു അമ്മ പറത്തി വിട്ടതില്ലേ. ഒരു എൻ്റെ കൂടെ തന്നെ ഞാൻ അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. പിന്നെ അതിങ്ങനെ എവിടെ മുജീക്കൊക്കെ കൊണ്ടു തന്നെ, നിലമ്പൂരിന്ന് ചന്തക്കുന്ന് മുജീക്കൊക്കെ കൊണ്ടു തന്ന തത്തയല്ലേ. അപ്പൊ അതിനിങ്ങനെ എപ്പോഴും കളിപ്പിക്കുക. അത് വർത്താനം പറയുമായിരുന്നില്ലേ. ഉമ്മ വെള്ളപ്പം ചുടുമ്പോ പണ്ട് വെള്ളപ്പം ചുട്ടിട്ട് ഹോട്ടലുകളിൽ വിൽക്കാൻ കൊടുക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് വെള്ളപ്പം ചുടുന്ന സമയത്തൊക്കെ രാവിലെ പുലർച്ച സമയത്ത് ഉമ്മ വിളിക്കും, സുധീറേ എണീക്കി എന്ന് പറയുമ്പോൾ അതുപോലെ കേട്ടിട്ട് സുധീറേ എണീക്കി അങ്ങനെ പറയായിരുന്നില്ലേ അമ്മ. പിന്നെ ചിങ്ങിനി, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ചിങ്ങിനി എന്നാണ്. ചിങ്ങിനി 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 അങ്ങനെ വിളിക്കും. മമ്മീനെ വിളിക്കും, മാനുവിനെ മാത്രം വിളിക്കില്ല. മാനു വീട്ടിലുണ്ടാവില്ല, മാനുവിനെ മാത്രം വിളിക്കില്ല. ഒരു തവണ മാനു അതിനെ കളിപ്പിച്ചിട്ട് അത് പറന്നങ്ങ് പോയി. വേറെ കഥ ഉണ്ട്. പണ്ട് ആകെ എനിക്ക് ചെറുപ്പത്തിൽ ബബിൾക്കം വാങ്ങി തരും ഉമ്മയാ. അപ്പൊ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ പോകുമ്പോ ഇടകുനിയില് വെള്ളം കുടിക്കും, എരിവുണ്ട്. തരണോ? മതിയോ വെള്ളം? നമുക്ക് ചോറ് തരാം, കുറച്ച് ചോറ് നിന്നു, നല്ലൊരു സുഖം ഉണ്ടാവുള്ളൂ. ആ പണ്ട് ഇടകുനിയില്, അതായത് ഈ ബീഫില് മുളക് പൊടി ഇട്ട ഞാനാണമ്മ. ആ പറയട്ടെ, നീ ചുമക്കോ? ചുമച്ചോളി, ചുമ ഉണ്ടെങ്കിൽ കേട്ടോ. ചുമ പിടിച്ചു വെക്കണ്ട കേട്ടോ. പണ്ട് എനിക്ക് ആകെ ബബിൾക്കം വാങ്ങി തരുന്നത് ഉമ്മ മാത്രം. അപ്പം ഇടകുനിൽ നിൽക്കാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മാനെ സോപ്പ് ഇട്ടിട്ട്, എനിക്ക് ഉമ്മ ഓർമ്മ ഉണ്ടാവും, ബബിൾക്കം വാങ്ങി തരും. അപ്പോൾ താഴെ മുഹമ്മദ് ഖാന്റെ കടയുണ്ട്, അവിടെ പോയിട്ടാണ് വാങ്ങുക. അപ്പോൾ ഒരു ദിവസമൊക്കെ ഒരെണ്ണൊക്കെ വാങ്ങി തരുള്ളൂ. ഉറുപ്പി തരും, ഒന്ന് 1 രൂപയമ്മ ഉറുപ്പി തരും എനിക്ക്, പോയിട്ട് ബബിൾക്കം വാങ്ങിക്കുമെന്ന് പറയും. എന്നിട്ട് ഞാൻ വാങ്ങിയിട്ട് വരും കേട്ടോ. അപ്പം ഇത് തിന്നിട്ട് മധുരം കഴിയില്ലേ, അപ്പം എനിക്ക് വീണ്ടും കൊതിയാവും. എന്നിട്ട് ഉമ്മ ഒരു ദിവസമല്ലേ എനിക്ക് പിന്നെയും വേണം എന്നിട്ട് ഞാൻ വാശി പിടിച്ചു. ഉമ്മക്ക് ഓർമ്മ ഉണ്ട്. അപ്പം ഉമ്മ എന്നെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ എന്താക്കിയെന്ന് അറിയാം, ഉമ്മനെ പേടിപ്പിക്കും. ഞാൻ ഇപ്പം വിഴുങ്ങും ഈ ബബിൾക്ക്. ഉമ്മക്ക് ഓർമ്മ ഉണ്ടോ അത്? കഞ്ഞി കുടിക്കുമ്പോ പറയും ഞാൻ ഇപ്പൊ വിഴുങ്ങും ബബിൾക്ക്, എന്റെ വായിൽ എവിടെ ബബിൾക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പേടിപ്പിച്ചിട്ട് പിന്നെയും കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഉമ്മ വീണ്ടും ഉറപ്പി തരൂ അല്ലേ. എന്നിട്ട് ഞാൻ വീണ്ടും പോയിട്ട് ബബിൾക്കം വാങ്ങും. പിന്നെ എനിക്ക് ശീലായി, പിന്നെ ചീത്ത ഇട്ടിട്ട് പിന്നെ നിർത്തി. എന്നിട്ട് ഉമ്മ ഇടയ്ക്ക് ഞായറാഴ്ച കാണാൻ വരൂല്ലേ, ഞായറാഴ്ച വരും ഞങ്ങളെ കാണാനായിട്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഉമ്മാന്റെ ചെരുപ്പ് എടുത്തിട്ട് കാട്ടിലേക്ക്, താഴെ ഒരു തോടായിരുന്നു, ആ തോട്ടിലേക്ക് വലിച്ചെറിയ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കും. കാരണം ഉമ്മ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഈ വെള്ളപ്പം ചുടുന്ന സമയത്ത് അതിന്റെ ആ സൈഡ് ഇങ്ങനെ മുരിഞ്ഞിരിക്കും. അപ്പൊ ചുട്ടിട്ട് 2-3 ഉമ്മ ഇങ്ങനെ വെച്ച് തരും. അപ്പൊ അന്ന് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കടിച്ചു തിന്നും ആ മുരിഞ്ഞ ഭാഗം. നല്ല രസമായിരുന്നത്. ഇപ്പൊ മമ്മി ഉണ്ടാക്കണ അത്ര ടേസ്റ്റ്, ഉമ്മ ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് ഇല്ല. മമ്മി എന്നെ കൊല്ലും. ആരംഭം തുളമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട്